കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലെ മൺറോ തുരുത്ത്. അപ്പോൾ ആ മൺറോ തുരുത്തിലൂടെ ഒരു ബോട്ട് ഓടിച്ചുകൊണ്ട് നമ്മൾ കുട്ടി സ്രാങ്ക് പോവാം. ഇപ്പം കുട്ടി സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉല്ലസിക്കാൻ പോയപ്പം ആ സീറ്റിൽ കയറി ഇരുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത തുരുത്താണ് ഈ മൺറോ തുരുത്ത്. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്നിടത്ത് ഈ ചെമ്മീൻ കെട്ട്, കണ്ടൽക്കാടും ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ പാലങ്ങളും കായലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചിലകൾ ഇപ്പം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇരുവശത്ത് നിൽക്കുന്ന തെങ്ങുകൾ, അത് ഒരു എവിടെയും കാണാത്തൊരു ദൃശ്യമാണ്. ഈ ചരിഞ്ഞിങ്ങനെ വെള്ളത്തിലോട്ട് കിടക്കുന്നത്, കായലിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന മരച്ചിലകൾ. പിന്നിട്ട് ഇത് തോടിൻ്റെ കൈവഴികളിൽ കൂടിയുള്ളൊരു ബോട്ട് യാത്രയാണ്. ഇപ്പോൾ ആകാശത്തെ ഒരു കാർമേഘം മേഘാവൃതമായി കൂടി നിൽക്കുന്നൊരു കാഴ്ച, അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തോന്നുന്നത് വൈകുന്നേരമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്കും ആകാശമൊക്കെ മേഘാവൃതമായി മഴയൊക്കെ പെയ്യാൻ പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ നേരിട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഈ സാമ്പ്രാണിക്കോടിയൊക്കെ ഇതിൻ്റെ അടുത്താണ്, ഈ മൺറോ തുരുത്തിൻ്റെ അടുത്താണ് സാമ്പ്രാണിക്കോടിയൊക്കെ. അവിടെയൊക്കെ പോകാൻ പറ്റും. സാമ്പ്രാണിക്കോടി ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് നമ്മുടെ ടൂറിസം വകുപ്പ് കയറ്റി കൊടുത്തുള്ളൂ. അപ്പോൾ ഈ മൺറോ തുരുത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വൈവിധ്യമാർന്ന മീൻ രുചികളും ഈ മൺറോ തുരുത്തിൽ ആസ്വദിക്കാൻ പറ്റും. മാത്രമല്ല ഈ തുരുത്തിൽ മാത്രമായിട്ട് കിട്ടുന്ന ചില പ്രത്യേകതരം മീനുകൾ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതൊരു സായിപ്പിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ മൺറോ എന്നുള്ളത്. അങ്ങനെയാണിത് മൺറോ തുരുത്തായി മാറിയത്. ഇപ്പം നമ്മുടെ കുട്ടി സ്രാങ്ക് അതിനകത്തിരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. കുട്ടി സ്രാങ്ക് വണ്ടി ഓടിക്കുകയൊന്നുമല്ല, ബോട്ട് ഓടിക്കുകയൊന്നുമല്ല, അതിൻ്റെ സ്രാങ്ക് അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ സൂര്യൻ്റെ വെട്ടം വെള്ളത്തിലേക്ക് ഇങ്ങനെ അടിച്ച് ആ ഒരു പ്രകാശം വളരെ ദൃശ്യഭംഗി നമുക്ക് നൽകുന്നൊരു കാഴ്ചയാണ്. മനസ്സിനും ഒക്കെ ഒരേപോലെ ശാന്തതയും കുളിരും ഒക്കെ ഏറുന്ന ഒരു കാഴ്ച. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ 8 തുരുത്തും എണ്ണിയാലൊടുങ്ങാത്ത ഇടത്തോടുകളും കണ്ട് ചെറിയൊരു കൊതുമ്പ് വെള്ളത്തിൽ കയറി കായലിൻ്റെ ഭംഗി ആസ്വദിച്ചൊരു യാത്ര. അതേപോലെ ഒരു യാത്രയാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ സുഖം തോന്നില്ലേ? ആ സുലഭ യാത്ര ആസ്വദിക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം കുട്ടികളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ബ്രിട്ടീഷുകാർ, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സമയമാണ്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ എന്ന സായിപ്പ് ഈ തൻ്റെ അധികാര പരിധിയിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന തുരുത്ത് മലങ്കര മിഷണറി ചർച്ച് സൊസൈറ്റിക്ക് മതപഠന കേന്ദ്രം നിർമ്മിക്കാനായി വിട്ടുകൊടുത്തു. അങ്ങനെ